പക്ഷേ പിതാക്കന്മാരോട് നേരെ മറ്റേ ഇക്കോട്ട് മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാളെ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒന്ന് പേടിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് പറയുന്നത്. മര്യാദക്കിരുന്നു, വൃത്തിയുടെ വർത്താനം പറയില്ല. നീ പറഞ്ഞേക്കാം, ജലീലിനോടാ പറയും, നീ മര്യാദക്കിരുന്നു. നിന്റെ നാവ് പിഴുതുകളായ ആളുണ്ടാവും. ഈയനം ഭീകരവാദികൾ, ഈ ഭീകരവാദികളെ നീക്കങ്ങളെ എതിർക്കുന്നവരെ രാഷ്ട്രീയമായും ആരോഗ്യപരമായും പരാജയപ്പെടുത്താൻ തകർക്കുക എന്ന ലക്ഷ്യം, ആ ലക്ഷ്യമാണ് കഴിഞ്ഞോടെ എനിക്ക് കിട്ടിയത്. ഇവിടെ പാവപ്പെട്ട ക്രിസ്ത്യാനി കുറച്ചോ ഉള്ളതുകൊണ്ട് എന്തും പേടിപ്പിച്ചു കളാന്ന് വിചാരിക്കുന്നത് ശരിയാണോ? ജലീലെ തന്നെ പോലെ ഒരു വിവരദോഷിയല്ലാതെ മാന്യന്മാരാരെങ്കിലും വൃത്തികേട് പറയുമോ? പാരിസമൂഹക്കാരുടെ അക്കാപ്പിച്ച തിന്നുകൊണ്ടിരിക്കുക താനൊരു ഭീകരവാദിയാണെന്ന് എനിക്കറിയാം. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ജലീലിന്റെ നാവ് പിഴുതെടുക്കുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ PC ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷതയും അതുപോലെ തന്നെ സമാധാന അന്തരീക്ഷവും തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവന MLA കൂടിയായിട്ടുള്ള ജലീലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ സാഹചര്യത്തിലാണ് PCക്ക് ഇത്തരം കടുത്ത പ്രയോഗം നടത്തേണ്ടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ PC ജോർജ് മുൻ മന്ത്രി KT ജലീൽ നൽകിയ ഈ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും അധികം വൈറലായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി അടിവരയിട്ടുകൊണ്ട് എല്ലാവിധ കാര്യങ്ങളും PC പരാമർശിച്ചു പോരുകയാണ്. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കി കഴിഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്യാമെന്നായിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഒരു പ്രസ്താവന നടത്തിയത്. എന്നാൽ ഈ പ്രസ്താവനയിൽ അങ്ങേയറ്റം രോഷം പൂണ്ടാണ് KT ജലീൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരമൊരു ഭീഷണി ജലീൽ ഉയർത്തിയത്. BJP നൽകുന്ന റബ്ബറിന്റെ വില പോയി വാങ്ങാൻ ഉടലിൽ തലയുണ്ടായിട്ട് വേണ്ടയെന്നാണ് KT ജലീൽ ചോദിച്ചിരിക്കുന്നത്. 30 വെള്ളിക്കാശിന്റെ മോദി കാലത്തെ മൂല്യമാണോ 300 രൂപയെന്നും KT ജലീൽ ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരിക്കുന്നു. ഇതിനുള്ള മറുപടിയും ഒരു താക്കീതുമാണ് ചർച്ചയ്ക്കിടയിൽ PC നൽകിയിരിക്കുന്നത്. PCയുടെ വാക്കുകളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. താനോട് സന്തോഷം വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു ചെറിയ കാര്യം അദ്ദേഹത്തെ തിരുത്തുകയാണ്. അദ്ദേഹം തെറ്റ് അറിഞ്ഞുകൊണ്ട് പറയുന്നത് തെറ്റല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ റബ്ബറിന് വില സ്ഥിരത ഫണ്ട് 150 രൂപയാക്കി KM മാണിയ അങ്ങനെ ആദ്യം പ്രഖ്യാപിച്ചത്. നിയമസഭയിൽ വേറെ ധനകാര്യമന്ത്രിയായിരുന്നു പ്രഖ്യാപിച്ചത്. അത് ഇപ്പോഴും ആ 150 നിൽക്കുക, ഒരു പൈസ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് വളരെ സന്തോഷം പറഞ്ഞ റബ്ബറിന് ഈ 38 രൂപ സർക്കാർ ഒരു പൈസ പോലും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല റബ്ബർ കർഷകർക്ക്. വില സ്ഥിരത ഫണ്ട് ഇപ്പൊ 250 രൂപ ആക്കുമെന്ന് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ച് ജയിച്ച അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇപ്പോഴും ഒരു പൈസ കൂട്ടിയിട്ട് 150 നിൽക്കുകയാണ്. ഒരു പൈസ കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പൈസ വിലസ്ഥിരതാ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുമില്ല. 500 കോടി രൂപ ബഡ്ജറ്റിലുണ്ടെന്ന് പറഞ്ഞു, പിന്നെ 600 ആണെന്ന് പറഞ്ഞു. ഒരു പൈസ അതിൽ നിന്ന് ചെലവഴിച്ചിട്ടില്ല എന്ന് സത്യം കൂടി പാലോട് സന്തോഷിന്റെ അറിവിലേക്ക് പറയുന്നു. ഞാൻ അത് വിടുകയാണ്. പിന്നെ ഒരു കാര്യം, ഇവിടെ തലശ്ശേരി പിതാവ് റബ്ബറിന് 300 രൂപ വില തന്നാൽ ആര് തരുന്ന അവർക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, പിതാക്കന്മാരങ്ങനെ പറഞ്ഞ ഉടനെ അവര് തല കൊയ്യാൻ നടക്കുകയാണോ എന്റെ പരിപാടി? അത് ഞാൻ എനിക്ക് വരാം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ മാത്രം സംസാരിക്കുമ്പോൾ ഈ പേടിപ്പീരുള്ളല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ നേതാവാണ്. അദ്ദേഹം എത്രയോ കടുത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുത്തരം കണ്ടില്ല മിണ്ടാൻ. അല്ല ധൈര്യമില്ലാത്തത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? തന്റെ സമുദായം, ഈഴവ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എതിർത്തൊരുത്തും മിണ്ടിയാൽ അവൻ തല കാണുക. ഈ ഡൽഹിയിൽ പറഞ്ഞത് അവിടെയാ തല കാണുക പറയുന്നവന്റെ. ഇതാ സത്യം. NSSന്റെ ജനറൽ സെക്രട്ടറി സുമാരൻ മണിച്ചേട്ടൻ എത്രയോ ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹത്തെ തല ചെയ്യാൻ പോയില്ലല്ലോ. ഇവിടെ പാവപ്പെട്ട ക്രിസ്ത്യാനി കുറച്ചോ ഉള്ളതുകൊണ്ട് എന്തും പേടിപ്പിച്ചു കളാന്ന് വിചാരിക്കുന്നത് ശരിയാണോ? ജലീലെ തന്നെ പോലെ ഒരു വിവരദോഷിയല്ലാതെ മാന്യന്മാരാരെങ്കിലും വൃത്തികേട് പറയുമോ? പാരിസമൂഹക്കാരുടെ അക്കാപ്പിച്ച തിന്നുകൊണ്ടിരിക്കുക താനൊരു ഭീകരവാദിയാണെന്ന് എനിക്കറിയാം. ഈ KTL ഞാൻ ഇന്നൊന്നുമല്ല അറിയുന്നത്, എത്ര കൊല്ലമായിട്ടറിയാം. ഭീകരവാദിയാണ്, അറിയാമോ? വെറും ISI ഭീകരവാദി. പിതാവ് പറഞ്ഞിലേക്ക് തന്നെ ഞാൻ പോവാം. പിതാവ് പറഞ്ഞ എന്താ? ഇവിടുത്തെ കർഷകൻ അനുഭവിക്കുന്ന വേദനയും ബുദ്ധിമുട്ടും എത്രയാണെന്ന് ഈ രാജ്യം ഭരിക്കുന്ന മാന്യന്മാരെ ഒന്ന് ഓർപ്പിക്കുക അദ്ദേഹം ചെയ്തത്. ഞങ്ങൾക്ക് സഹായിച്ചാൽ ഞങ്ങൾ വോട്ട് തരാം. അങ്ങനെ പറയുന്ന വലിയ പാപമാണോ? വലിയ തെറ്റാണോ? ഇന്നിപ്പോ 1,60,000 പേരായി ഒറ്റ സാമ്പത്തിക വർഷം കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. ഇവിടെ എങ്ങനെ ജീവിക്കും? സന്തോഷമുള്ളവർ ചോദിക്കുക, ജീവിക്കേണ്ടത് നമുക്ക് കഞ്ഞി കൂടി ജീവിക്കാൻ പറ്റുമോ? റേഷൻ ഇല്ല. റേഷൻ വില വർദ്ധിക്കും. റേഷൻ പകുതിയാക്കി. അരി കിട്ടാനില്ല. നെൽകർഷകനും വെള്ളത്തിൽ. തെങ്ങ് മുഴുവൻ തകർന്നു. കാപ്പി പറിക്കാൻ ആളില്ല. കുരുമുളകിന് വിലയില്ല. കാർഷിക മേഖല പരിപൂർണമായി തകർന്നിരിക്കുന്നു. ആ സമയത്താണ്
സഹായിക്കണമെന്ന് പറയുന്നതിനെ തല വെട്ടുമെന്ന് പറഞ്ഞൊരു തൊപ്പിയാൻ ഇറങ്ങിയിരിക്കും. ഇവനെയൊക്കെ എന്നാ ചെയ്യേണ്ടത് ഇതൊന്ന് ആലോചിച്ച്. പിതാക്കന്മാരെ നേരെ മറ്റേ ഇക്കോട്ട് മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാവ് ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒന്ന് പേടിക്കുന്നതല്ലേ, അതുകൊണ്ടല്ലേ പച്ചയ്ക്ക് പറയുന്നത്. മര്യാദക്കിരുന്നു, വൃത്തിയുടെ വർത്താനം പറയില്ല നീ. പറഞ്ഞേക്കാം, ജലീലോടെ പറയും നീ മര്യാദക്കിരുന്നു, നിന്റെ നാവ് പിഴുതുകളായ ആളുണ്ടാവും. അല്ല ഞങ്ങളെ പൊട്ടന്മാരൊന്നുമില്ല, ഞങ്ങളങ്ങനെ പാവകളാന്ന്. മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തിൽ, മതേതര രാജ്യത്തിൽ വളരെ മാന്യമായി എല്ലാവരും ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ജലീലും ജീവിക്കണം. അങ്ങനെ നിന്റെ ഭീഷ്യം കൊണ്ട് നീ ഇങ്ങോട്ട് പോരരുത്, മര്യാദയ്ക്ക് പോവുക. ഞാൻ ഈരാറ്റുപേട്ട മനസ്സിലാക്കി, ഈരാറ്റുപേട്ടക്കാരനാന്ന് പറയുമ്പോൾ ആകെ 40,000 പോപ്പുലേഷൻ, 39,000-അടുത്തും 28,000 മുകളിൽ 500 മുകളിലും മുസ്ലിങ്ങൾ മാത്രം വളർത്തി ജീവിക്കുന്നവൻ. മനസ്സിലായോ? മുഴുവൻ മുസ്ലിങ്ങളാ അതിനിടയ്ക്ക് ജീവിക്കുന്നവൻ. അല്ല നിന്നെ പോലെ അല്ല. എനിക്ക് മുസ്ലിമായിട്ട് നല്ല ബന്ധം വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു ഇലക്ഷൻ മുസ്ലിങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു. ഇനി ധരിപ്പിച്ച് നടക്കല. അവരൊക്കെ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈയനം ഭീകരവാദികൾ, ഈ ഭീകരവാദികളെ നീക്കങ്ങളെ എതിർക്കുന്നവരെ രാഷ്ട്രീയമായും ആരോഗ്യപരമായും പരാജയപ്പെടുത്തുക, തകർക്കുക എന്ന ലക്ഷ്യം, ആ ലക്ഷ്യമാണ് കഴിഞ്ഞോടെ എനിക്ക് ചെയ്തത്. മനസ്സിലായില്ലേ? ആ ലക്ഷ്യത്തോട് ഇവിടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിങ്ങളുടെ വോട്ടുകൾ എത്ര, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ ജയിപ്പിക്കുക. അവരെ രാഷ്ട്രീയമില്ല, കമ്മ്യൂണിസവും ഇല്ല, കോൺഗ്രസും ഇല്ല, എല്ലാം ഒന്ന്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ്, എല്ലാവരും മനസ്സിലാക്കുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ തലശ്ശേരി പിതാവിന്റെ പ്രസ്താവന വന്നപ്പോൾ ചാടി വന്നിരിക്കുന്ന എല്ലാം കൂടെ. ഞാൻ ചോദിക്കട്ടെ, 2-3 വർഷത്തിന് മുമ്പ് നമ്മുടെ കാഞ്ഞിര പാലാ പിതാവ് കൊറലങ്ങാട് പള്ളിയിൽ അദ്ദേഹത്തിന്റെ യോഗത്തിൽ, പള്ളി മീറ്റിംഗ്, പള്ളിക്കകത്ത് അദ്ദേഹം പറഞ്ഞു, ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും കൊണ്ട് സൂക്ഷിക്കണം. നിങ്ങളെ കാരണവന്മാര്, മാതാപിതാക്കന്മാർ അത് പിള്ളേരെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ അത് ചാടാതെ ശ്രദ്ധിക്കണം. കഞ്ചാവ് അടിച്ച് നാർക്കോട്ടിക് ജിഹാദ് നശിക്കരുത്, ലവ് ജിഹാദിൽപ്പെട്ട് പിഴവിട്ട് പോകരുത് എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഗതി? പിതാവിന് അങ്ങോട്ട് പ്രകടന 10,000 ഗുണ്ടകള്, തെണ്ടികള്. ഒന്ന് ആലോചിച്ചേ. ഞാൻ അവിടെ ഓടിപ്പാഞ്ഞു വന്നു. ഞാൻ തന്നെ RSSകാരാ വന്നത് സഹായിക്കാൻ. ഞാനല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായി പോയി. എന്താ വന്നാലും നേരിട്ടൊക്കെ എത്ര നേരിടാൻ തയ്യാറായിട്ട് നിൽക്കരുത്. ഒന്ന് കയറട്ടെന്ന് വെച്ചാൽ നേരെ ഒറ്റയ്ക്ക് നിന്നു. ഒരു 10,000 എണ്ണം. സാറിന് ആരാലും പേടിച്ചു ഒരിക്കാൻ പേടി തോന്നില്ല, കൊല്ലട്ടെന്ന് വെച്ചു. അപ്പോഴത്തേനും ഒരു 10-300 RSSകാരും വന്നിറങ്ങി. അതിനെ കണ്ടപ്പോൾ ഇവനെല്ലാം സ്ഥലം വിട്ടു. മനസ്സിലായില്ലേ? ഇതൊക്കെ എന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുക. അതുകൊണ്ട് ജലീൽ അങ്ങനെ വാഗ്ദാനം പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കരുത്, മര്യാദയ്ക്ക് ഇരുന്നോണം. അതാ തനിക്ക് നല്ലത്.